Hello everyone, welcome back to my channel. Plus 1 Zoologyയിലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. If you are seeing this channel for the first time, don't forget to like, subscribe and share. Thank you in advance. First topic, components of blood. ബ്ലഡിൽ കാണുന്ന കമ്പോണൻസ് ആണ് പ്ലാസ്മ ആൻഡ് ഫോമഡ് എലമെന്റ്സ്. പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രിനോജൻ ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. ജേംസ് ഓർ എനി ഫോറിൻ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്താൽ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയെ സഹായിക്കുന്നത് ഏത് പ്രോട്ടീൻ ആണ്? ഗ്ലോബുലിൻ. ആൻഡ് ആൽബുമിൻ controls osmotic balance. Osmotic balance maintain ചെയ്യുന്നത് ആൽബുമിൻ ആണ്. So these are the three important proteins that are found in plasma. And plasma without clotting factor is called serum. Clotting factor ഇല്ലാത്ത പ്ലാസ്മനെ പറയുന്ന പേരാണ് serum. Very important, not this one. And formed elements. How many types of formed elements are there? 3 types. ഏതൊക്കെയാണ്? RBC, WBC and platelets. RBCന്റെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്സ്. ഹെൽത്തി ഹ്യൂമൻ ബീങ്ങിലുള്ള നോർമൽ RBC വാല്യൂ 5 to 5.5 million. ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ന്യൂട്രിയൻസ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. ഇതിൽ ന്യൂക്ലിയസ് കാണില്ല. RBCയിൽ കാണുന്ന റെഡ് കളേർഡ് പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ഇറ്റ് കണ്ടെയ്ൻസ് അയോൺ. ഇറ്റ് ഈസ് എ റെഡ് അയോൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ്. നോർമൽ HB വാല്യൂ എന്ന് പറയുന്നത് 12 to 16 grams per 100 ml ഓഫ് ബ്ലഡ്. RBCൻ്റെ ലൈഫ് സ്പാന് 120 days ആണ്. 120 days കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ആകും. ഡിസ്ട്രോയ് ആകുന്നത് എവിടെ വെച്ചാണ്? ഇൻസൈഡ് ദ സ്പ്ലീൻ. അതുകൊണ്ട് സ്പ്ലീനിനെ പറയുന്നത് ഗ്രേവ് യാർഡ് ഓഫ് RBC. RBCൻ്റെ ശവപ്പറമ്പെന്നാണ് സ്പ്ലീന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഫോമഡ് എലമെൻറ്റ് WBC. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ല്യൂക്കോസൈഡ്സ്. നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 6000 to 8000 ആണ്. ന്യൂക്ലിയേറ്റഡ് ആണ്. RBC നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. WBC ന്യൂക്ലിയേറ്റഡ്. HB ഈസ് ആബ്സെൻറ്റ്. ഹീമോഗ്ലോബിൻ ഈസ് ആബ്സെൻറ്റ്. സോ ദേ ആർ കളർലെസ്. WBC കളർലെസ് ആണ്. എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആണ്. ഷോർട്ട് ലിവ്ഡ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ലൈഫ് സ്പാൻ ഈസ് വെരി ലെസ്. ലൈഫ് സ്പാന് കുറവാണ്. ടൈപ്സ് ഓഫ് WBC. ദർ ആർ 2 types of WBC. ഗ്രാനുലോസൈഡ്സ് ആൻഡ് എഗ്രാനുലോസൈഡ്സ്. സെൽസിൻ്റെ അകത്ത് ഗ്രാനുൾസ് കാണുന്നുണ്ടെങ്കിൽ അത് ഗ്രാനുലോസൈറ്റ് ആണ്. ഗ്രാനുൾസ് ആബ്സെൻ്റ് ആണെങ്കിൽ എഗ്രാനുലോസൈഡ്സ്. 3 ടൈപ്പ് ഗ്രാനുലോസൈഡ്സ് കാണാം. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ ആൻഡ് ബേസോഫിൽ. ഇതിൻ്റെ സെൽ കൗണ്ട് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽ 60 to 65%. ഫങ്ഷൻ ഫാഗോസൈറ്റോസിസ്. ഡിസ്ട്രോയ് ജേംസ്. നമ്മുടെ ബോഡിയിലേക്ക് ജേംസ് എൻ്റർ ചെയ്താൽ അതിനെ ഫാഗോസൈറ്റോസിസ് ചെയ്ത് സ്വാലോ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ന്യൂട്രോഫിലാണ്. ഈസിനോഫിൽ കൗണ്ട് 2 to 3%. റെസിസ്റ്റ് ഇൻഫെക്ഷൻ. റോൾ ഇൻ അലർജിക് റിയാക്ഷൻസ്. അലർജിക് റിയാക്ഷൻസിലൊക്കെ ബോഡിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈസിനോഫിൽസ് ആണ്. ബേസോഫിൽ 0.5 to 1%. പ്രൊഡ്യൂസ് ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ എക്സെട്ര ആൻഡ് ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ബേസോഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിന് സഹായിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് WBC ഈസ് എഗ്രാനുലോസൈഡ്സ്. 2 ടൈപ്പ് എഗ്രാനുലോസൈഡ്സ് ഉണ്ട്. ലിംഫോസൈഡ്സ് ആൻഡ് മോണോസൈഡ്സ്. ലിംഫോസൈഡ്സ് 2 ടൈപ്പിൽ കാണാം. B ലിംഫോസൈഡ്സ് ആൻഡ് T ലിംഫോസൈഡ്സ്. എത്രയാണ് സെൽ കൗണ്ട്? 20 to 25%. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നത് ലിംഫോസൈഡ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ മോണോസൈറ്റ്. സെൽ കൗണ്ട് എത്രയാണ്? 6 to 8% ആണ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ജേംസ് ഓർ ഫോറിൻ സബ്സ്റ്റൻസസിന് സ്വാലോ ചെയ്യുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. സോ മോണോസൈറ്റ് ഹെൽപ്സ് ഇൻ ഫാഗോസൈറ്റോസിസ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് WBC ആൻഡ് ഇറ്റ്സ് സെൽ കൗണ്ട് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഫിഗർ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. And next component of blood is platelets, otherwise called thrombocytes. ഓർമ്മ വേണം, RBC erythrocytes, WBC leukocytes, platelets thrombocytes. And its count is important, okay. And they are produced from megakaryocytes. They are special cells in bone marrow. Bone marrow കാണുന്ന special cells ആണ് megakaryocytes.
മെഗാ കാരിയോസൈറ്റ്സിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻ കോയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനും ഓർ കോയാഗുലേഷനും സഹായിക്കുന്ന ബ്ലഡ് കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. ഫൈബ്രിനോജനെ കൂടാതെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് റോളുള്ള ബ്ലഡ് കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്. നെക്സ്റ്റ് ടോപ്പിക്, ബ്ലഡ് ഗ്രൂപ്പ്സ്. So there are two types of blood grouping, ABO grouping and RH grouping. ABO grouping means what? Based on the presence or absence of A and B antigens on RBC. RBCയിൽ കാണുന്ന A and B ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസിനെ ബേസ് ചെയ്തുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് ABO ഗ്രൂപ്പിംഗ്. ഇതിനെ ബേസ് ചെയ്ത് ഹൗ മെനി ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ദെയർ? 4. A, B, AB and O. Then what is RH grouping? Based on presence or absence of RH antigen on RBC. RBCയിൽ കാണുന്ന RH ആൻറ്റിജൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിനെ ബേസ് ചെയ്ത് കാണുന്ന ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് RH ഗ്രൂപ്പിംഗ്. ഇഫ് RH ആൻറ്റിജൻ ഈസ് പ്രസൻറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. RH ആൻറ്റിജൻ പ്രസൻറ്റ് ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ്. ഇഫ് RH ആൻറ്റിജൻ ഈസ് ആബ്സെൻറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. RH ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. Observe this table, blood group and donor compatibility. Okay, blood group, 4 type blood groups ഉണ്ട്. A, B, AB and O. Antigens on RBC. A blood groupil കാണുന്ന ആൻറ്റിജൻ A ആണ്. B blood groupil കാണുന്ന ആൻറ്റിജൻ B. AB blood groupil A and B antigens കാണാം. O blood groupil there are no antigens. Then antibodies in plasma. A blood groupil ഒരാളുടെ പ്ലാസ്മയിൽ കാണുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ഏതായിരിക്കും? Anti-B. In B blood group, anti-A. In AB blood group, no antibodies. And in O blood group, both anti-A and anti-B. നെക്സ്റ്റ്, ഡോണേഴ്സ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരോടൊക്കെ ബ്ലഡ് വാങ്ങിക്കാൻ പറ്റും? എ ആൻഡ് ഒ. എന്തുകൊണ്ട് ബി ഗ്രൂപ്പിനോട് വാങ്ങിക്കാൻ പറ്റില്ല? ബിക്കോസ് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ ആൻറ്റി-ബി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബി ബ്ലഡ് ഗ്രൂപ്പിനെതിരെ, ബി ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ കനോട്ട് റിസീവ് ബി ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ബി ബ്ലഡ് ഗ്രൂപ്പ്? ദേ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ബി ആൻഡ് ഒ. എന്തുകൊണ്ട് എ ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ സാധിക്കില്ല? ബിക്കോസ് എ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എ ആൻറ്റിജനെ അത് ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് എ ബി? ദേ ഡു നോട്ട് ഹാവ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ഇല്ലാത്തത് കൊണ്ട് ആരോടൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്? എല്ലാ ഗ്രൂപ്പുകാരോടും സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സോ എ ബി ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. നെക്സ്റ്റ്, വാട്ട് അബൌട്ട് ഒ? ദേ ഡു നോട്ട് ഹാവ് ആൻറ്റിജൻ ബട്ട് ദേ ഹാവ് ആൻറ്റി-എ ആൻഡ് ആൻറ്റി-ബി ആൻറ്റിബോഡി. അതുകൊണ്ട് അവർക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ സാധിക്കുന്നത് ഒ ഗ്രൂപ്പുകാരോട് മാത്രമാണ്. അണ്ടർസ്റ്റുഡ്? യൂണിവേഴ്സൽ ഡോണർ ആരാണ്? ഒ ഗ്രൂപ്പാണ്. ദേ ഹാവ് നോ ആൻറ്റിജൻ. സോ ദേ ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു എനി ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പ് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഡോണർ. What about universal recipient? That is AB blood group. They have no antibody, so they can receive blood from any group. AB blood group il antibodies illa, so they can receive blood from any group, so they are called universal recipient. Universal donor is O group, universal recipient is AB group. Next, need of ABO and RH group matching. എന്തുകൊണ്ടാണ് ബ്ലഡ് ഗ്രൂപ്പ്സ് മാച്ച് ആവണമെന്ന് പറയുന്നത് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത്? If blood groups are not matched, it leads to destruction of RBC. Mismatching ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്തിന് കാരണമാകും? ഡിസ്ട്രക്ഷൻ ഓഫ് RBC. An RH negative person, if receive RH positive blood, will produce antibody against RH antigen. It leads to destruction of RBC. RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ RH പോസിറ്റീവ് ബ്ലഡ് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? ആൻറ്റിബോഡി ഫോം ചെയ്യും. RH നെഗറ്റീവ് പേഴ്സൺ ആൻറ്റിബോഡി ഫോം ചെയ്യും. എന്തിനെതിരെ ആൻറ്റിബോഡി ഫോം ചെയ്യും? RH പോസിറ്റീവ് ബ്ലഡിലുള്ള RH ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി ഫോം ചെയ്യും. അത് കാരണം RBC ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഓക്കെ, സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? ABO ആൻഡ് RH ഗ്രൂപ്പ് മാച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. RH ഗ്രൂപ്പ് മിസ്മാച്ചിങ് കാരണം വരുന്ന ഒരു ഡിസീസാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, RH mismatching or RH incompatibility between RH negative mother and RH positive fetus. മദർ എന്താണ്? RH നെഗറ്റീവ് ആണ്. ഫീറ്റസ് RH പോസിറ്റീവ് ആണെങ്കിൽ ഉണ്ടാവുന്ന ഒരു മിസ്മാച്ചിങ് ഓർ ഇൻകമ്പാറ്റബിലിറ്റി ആണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? അനീമിയ, jaundice, and remedy: giving anti-RH antibody to mother
ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡിൻ്റെ ഡെലിവറിക്ക് ശേഷം മദറിന് എന്ത് ഇഞ്ചെക്ട് ചെയ്യണം? anti-RH ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്താൽ സെക്കൻഡ് ഡെലിവറിയിൽ പ്രോബ്ലം ഉണ്ടാവില്ല. കോയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. എങ്ങനെയാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്? അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡാമേജ് ടിഷ്യൂ പ്രൊഡ്യൂസേഴ്സ് ആൻ എൻസൈം കോൾഡ് ത്രോംബോകൈനേസ്. ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂ, വൂണ്ടഡ് ആയിട്ടുള്ള ടിഷ്യൂ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് എൻസൈമിൻ്റെ പേര്? ത്രോംബോകൈനേസ്. പ്രോത്രോംബിൻ കൺവേർട്ടഡ് ടു ത്രോംബിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ത്രോംബോകൈനേസ്. അതിനുശേഷം നടക്കുന്ന റിയാക്ഷനാണ് പ്രോത്രോംബിൻ ത്രോംബിനായി കൺവേർട്ട് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് എൻസൈം? ത്രോംബോകൈനേസ് എൻസൈം. ഫൈബ്രിനോജൻ കൺവേർട്ടഡ് ടു ഫൈബ്രിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് എൻസൈം? ത്രോംബിൻ എൻസൈം. ത്രോംബിൻ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഫൈബ്രിനോജൻ ഫൈബ്രിനായി മാറും. ഫൈബ്രിൻ ഫോംസ് ദ ബ്ലഡ് ക്ലോട്ട്. ഫൈബ്രിൻ പിന്നീട് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. സോ ദീസ് ആർ ദ സീരീസ് ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ coagulation or clotting of blood. Iron that helps in clotting. Which iron? Calcium. Vitamins that helps in clotting. ഏത് vitamin ആണ്? Vitamin K. What is a tissue fluid? എന്താണ് tissue fluid? When blood passes through the capillaries, its fluid part moves out into the intercellular space. Then it is called tissue fluid. കാപ്പിലറീസിൽ കൂടെ ബ്ലഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് അതിൽ നിന്നും പുറത്തേക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് റിലീസ് ചെയ്യും. അതായത് സെൽസിൻ്റെ ഇടയിലായി കാണുന്ന സ്പേസാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ്. സോ കാപ്പിലറീസിൽ കൂടെ ബ്ലഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. അതിന് പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, സോ ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് സീൻ ഇൻ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഈസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. It doesn't contain protein, RBC, etc. Tissue fluid doesn't contain protein, RBC. It helps in exchange of nutrients, gases, etc. Tissue fluidൻ്റെ ഫംഗ്ഷൻ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസിനും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനും സഹായിക്കുന്നത് ടിഷ്യൂ ഫ്ലൂയിഡാണ്. നെക്സ്റ്റ് പോർഷൻ, ലിംഫ്. ദ ലിംഫാറ്റിക് സിസ്റ്റം കളക്ട് ദിസ് ഫ്ലൂയിഡ് ആൻഡ് ഇസ് കോൾഡ് ലിംഫ്. ഇറ്റ് ദെൻ മൂവ്സ് ബാക്ക് ടു മേജർ വെയിൻസ്. ടിഷ്യൂ ഫ്ലൂയിഡിനെ ലിംഫാറ്റിക് സിസ്റ്റം കളക്ട് ചെയ്യും. സോ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ that tissue fluid is called lymph. Okay, it then moves back to major veins. പിന്നീട് അത് വെയിൻസിലേക്ക് തന്നെ തിരിച്ചു പോകും. And what are the properties of lymph? It is colorless ആണ്. It contain lymphocytes which helps in immunity. ലിംഫിനകത്ത് ലിംഫോസൈറ്റ്സ് കാണാം, അത് നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നു. ലിംഫോസൈറ്റ്സ് helps in immunity. It helps in the transport of nutrients, hormones, etc. ന്യൂട്രിയൻസിൻ്റെയും ഹോർമോൺസിൻ്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ലിംഫാണ്. And one important function, it helps in the absorption of fat. Fat absorptionനെ സഹായിക്കുന്നത് ആരാണ്? ബ്ലഡ് അല്ലല്ലോ, ലിംഫാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സർക്കുലേഷൻ. There are two types of circulation, open circulation and closed circulation. ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറഞ്ഞാലോ, ബ്ലഡ് ഈസ് പമ്പ് ടു ഓപ്പൺ സ്പേസസ്. ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഓപ്പൺ സ്പേസസിലേക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് കോക്രോച്ച് ഇറ്റ് ഈസ് ഓപ്പൺ സർക്കുലേഷൻ. വാട്ട് ഈസ് ക്ലോസ്ഡ് സർക്കുലേഷൻ? ബ്ലഡ് ഈസ് പമ്പ്ഡ് ത്രൂ ബ്ലഡ് വെസൽസ്. ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിൽ കൂടിയാണ്. ബ്ലഡ് മൂവ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിൽ കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് സർക്കുലേഷൻ. നെക്സ്റ്റ്, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ് വാട്ട്? ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. എവിടെയാണ് ഹാർട്ടിൻ്റെ ലൊക്കേഷൻ? ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഇൻ ബിറ്റ്വീൻ ലങ്സ് ടിൽറ്റഡ് ടു ലെഫ്റ്റ്. തൊറാസിക് ക്യാവിറ്റിക്കകത്ത് രണ്ട് ലങ്സിൻ്റെ ഇടയിലായി ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞിട്ടാണ് ഹാർട്ടിൻ്റെ ലൊക്കേഷൻ. സൈസ് എങ്ങനെയാണ്? സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. നമ്മുടെ മുഷ്ടിയുടെ അത്രയാണ് ഹാർട്ടിൻ്റെ സൈസ്. എങ്ങനെയാണ് ഹാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത്? ഡബിൾ ലെയർഡ് പെരികാർഡിയം ആൻഡ് ഓൾസോ പെരികാർഡിയൽ ഫ്ലൂയിഡ് പ്രൊട്ടക്റ്റ് അവർ ഹാർട്ട്. ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൽ 4 ചാമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ വി ഹാവ് 4 chambers in our heart. They are right atrium, right ventricle, left atrium and left ventricle. Which are the veins of our heart? Veins എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽസ് ആണ് വെയിൻസ്. ബ്രിങ് ബ്ലഡ് ടു ദ ഹാർട്ട്. ഓക്കെ, സോ വിച്ച് ആർ ദേ? സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ ആൻഡ് പൾമനറി വെയിൻസ്. ആർട്ടറീസ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ്. ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. വിച്ച് ആർ ദേ? പൾമനറി ആർട്ടറി ആൻഡ് അയോട്ട. പൾമനറി ആർട്ടറി ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകും. അയോട്ട ഹാർട്ടിൽ നിന്നും ബോഡിയിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യും. വാൾസ് സീൻ ഇൻ അവർ ഹാർട്ട്. വാൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വാൾസ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾസ് ഇൻ അവർ ഹാർട്ട്. ദേ ആർ ട്രൈകസ്പിഡ് വാൾവ് ബിറ്റ്വീൻ റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ.
റൈറ്റ് ആട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായി കാണുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. ബൈകസ്പിഡ് വാൾവ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് സൈഡിൽ ആട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലായി കാണുന്ന വാൾവാണ് ബൈകസ്പിഡ് വാൾവ്. സെമി ലൂനാർ വാൾവ്. എവിടെയൊക്കെ സെമി ലൂനാർ വാൾവ് കാണാം? ഓൺ പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറിയിൽ കാണാം. ആൻഡ് ഓൺ അയോട്ട. അയോട്ടയിലും കാണാം. പൾമനറി ആർട്ടറിയിൽ കാണുന്ന സെമി ലൂനാർ വാൾവാണ് പൾമനറി വാൾവ്. അയോട്ടയിൽ കാണുന്ന സെമി ലൂനാർ വാൾവാണ് അയോട്ടിക് വാൾവ്. ഓക്കെ, so these are the different types of valves seen in our heart. Next, septums. Interarterial septum. ബിറ്റ്വീൻ ആട്രിയം. രണ്ട് ആട്രിയത്തിൻ്റെ ഇടയിലായി കാണുന്ന സെപ്റ്റമാണ്, സെപ്പറേറ്റിംഗ് സ്ട്രക്ചറാണ് ഇൻ്റർ ആട്രിയൽ സെപ്റ്റം. ഓക്കെ, ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറഞ്ഞാലോ രണ്ട് വെൻട്രിക്കിൾസിൻ്റെയും റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിൻ്റെയും ഇടയിലായി കാണുന്ന സെപ്റ്റമാണ് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്തായിരിക്കും? ആട്രിയത്തിൻ്റെയും വെൻട്രിക്കിൾസിൻ്റെയും ഇടയിലായി കാണുന്ന സെപ്റ്റമാണ് ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അണ്ടർസ്റ്റുഡ്? ഇൻ്റർ ആട്രിയൽ സെപ്റ്റം, septums between atrium. Interventricular septum, septum between ventricles. Atrioventricular septum, septum seen between atrium and ventricles. Conducting system of our heart. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പാർട്സ്? SA node seen at the right upper corner of right atrium. റൈറ്റ് ആട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിൽ കാണുന്ന സ്ട്രക്ചറാണ് SA node. That is known as pacemaker of our heart. Okay. And AV node seen at the lower left corner of right atrium. റൈറ്റ് ആട്രിയത്തിൻ്റെ ലോവർ ലെഫ്റ്റ് കോർണറിൽ കാണുന്ന പാർട്ടാണ് AV node. AV bundle starts from AV node, passes through atrioventricular septum, then through interventricular septum and divides into right and left branches. AV bundle എന്താണ്? AV node നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഏത് വഴി പാസ് ചെയ്യും? ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റം വഴി പാസ് ചെയ്തു. നെക്സ്റ്റ് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം വഴി പാസ് ചെയ്തു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചായി ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് AV bundle. Purkinje fibers, small branches of right and left bundle. Right and left ബ്രാഞ്ചിൻ്റെ സ്മോൾ ബ്രാഞ്ചസിനെയാണ് Purkinje fibers എന്ന് പറയുക. So these are the different parts of conducting system. That is, which are they? SA node. SA node is the pacemaker of human heart. Okay. And then AV node, and this is AV node. Okay. And next AV bundle. This is AV bundle. It divides into right and left branches. Okay. It divides into right and left branches, and again it contains small branches called Purkinje fibers. SA node is the pacemaker of human heart. എന്തുകൊണ്ടാണ്? It is responsible for initiating and maintaining the rhythmic contraction of heart. നമ്മുടെ ഹാർട്ട് റിതമിക്കായി ബീറ്റ് ചെയ്യാൻ കാരണം SA നോഡാണ്. അതുകൊണ്ടാണ് SA നോഡിനെ പേസ്മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. Cardiac cycle. The events in the heart which is cyclically repeated is called cardiac cycle. It includes systole and diastole of atrium and ventricles. നമ്മുടെ ഹാർട്ടിൽ സൈക്ലിക്കലി റിപ്പീറ്റ് ചെയ്യുന്ന ഈവൻസിനെയാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. വാട്ട് ഈസ് സിസ്റ്റോൾ? കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ ആണ് സിസ്റ്റോൾ. ആൻഡ് വാട്ട് ഈസ് ഡയസ്റ്റോൾ? റിലാക്സേഷൻ ഓഫ് ഹാർട്ട്. ഹാർട്ട് ചാമ്പേഴ്സിൻ്റെ റിലാക്സേഷൻ ആണ് ഡയസ്റ്റോൾ. ഡ്യൂറിങ് ഡയസ്റ്റോൾ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ബ്ലഡ്. ഡയസ്റ്റോൾ നടക്കുന്ന സമയത്ത് ഹാർട്ടിലേക്ക് ബ്ലഡ് എൻറ്റർ ചെയ്യും. സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യും. ഓക്കെ, സോ ഡയസ്റ്റോൾ ഈസ് ഫില്ലിംഗ് ആൻഡ് സിസ്റ്റോൾ ഈസ് പമ്പിങ്. ലെറ്റ് us see the events of cardiac cycle. സിസ്റ്റോൾ എന്താണെന്നും ഡയസ്റ്റോൾ എന്താണെന്നും ഓർമ്മ വേണം. ഓക്കെ, സിസ്റ്റോൾ മീൻസ് കോൺട്രാക്ഷൻ, ഡയസ്റ്റോൾ മീൻസ് റിലാക്സേഷൻ. സോ ഫസ്റ്റ് വൺ ജോയിൻറ്റ് ഡയസ്റ്റോൾ. 4 ചാമ്പേഴ്സും റിലാക്സ്ഡ് ആണ്, റിലാക്സേഷൻ. ഓക്കെ, നെക്സ്റ്റ് ആട്രിയൽ സിസ്റ്റോൾ. ആട്രിയം എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആട്രിയൽ ഡയസ്റ്റോൾ. ആട്രിയം കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് മൂവ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യും? ആട്രിയം റിലാക്സ് ചെയ്യും, ആട്രിയൽ ഡയസ്റ്റോൾ. നെക്സ്റ്റ് എന്താണ്? വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്. വെൻട്രിക്കിൾസിലാണ് ഇപ്പോൾ ബ്ലഡ് ഉള്ളത്. വെൻട്രിക്കിൾസ് നെക്സ്റ്റ് കോൺട്രാക്ട് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ബ്ലഡ് മൂവ്സ് ഫ്രം വെൻട്രിക്കിൾസ് ടു ബ്ലഡ് വെസൽസ് അല്ലെ. വെൻട്രിക്കിൾസിൽ നിന്നും പിന്നീട് ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡ് മൂവ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് അതിനുശേഷം വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ്. ആഫ്റ്റർ ദാറ്റ് ജോയിൻറ്റ് ഡയസ്റ്റോൾ. ഹാർട്ടിൻ്റെ 4 ചാമ്പേഴ്സും ഒന്നിച്ച് റിലാക്സ് ചെയ്യും. സോ ദ സൈക്കിൾ റിപ്പീറ്റ്സ്. So these are the events of cardiac cycle. Heart sound. Lub and dub are the heart sound. Lub during the closure of tricuspid and bicuspid valve. Cuspid valves close ചെയ്യുന്ന സമയത്താണ് ആദ്യത്തെ ഹാർട്ട് സൗണ്ട്, that is lub. And what about dub? During the closure of semilunar valves. Semilunar valves ക്ലോസ് ചെയ്യുമ്പോഴാണ്
രണ്ടാമത്തെ സൗണ്ട് ദാറ്റ് ഈസ് ഡബ്. ആൻഡ് അവർ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg. ഇതിൽ സിസ്റ്റോളിക് പ്രഷറാണ് 120, ഡയസ്റ്റോളിക് പ്രഷറാണ് 80. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്ഫിഗ്മോ മാനോമീറ്റർ. ആൻഡ് നെക്സ്റ്റ് വൺ ECG. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നോട്ട് ദാറ്റ്. ഓക്കെ, നോട്ട് ദാറ്റ് ഡിഫറൻസ്. ആൻഡ് ഇലക്ട്രോ കാർഡിയോഗ്രാം ECGയിൽ ഏതൊക്കെ വേവ്സ് കാണാം? P വേവ്, QRS കോംപ്ലെക്സ് ആൻഡ് T വേവ്. P വേവ് വരുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ആർട്രിയ. ആർട്രിയത്തിൻ്റെ ഡീപോളറൈസേഷൻ സമയത്താണ്. QRS കോംപ്ലെക്സ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൻ്റെ ഡീപോളറൈസേഷൻ സമയത്താണ് QRS കോംപ്ലെക്സ് ഫോം ചെയ്യുക. T വേവ് ഫോംസ് ഡ്യൂറിങ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൻ്റെ റീപോളറൈസേഷൻ സമയത്താണ് T വേവ്. ഇനി എന്താണ് ECG വേവ്സിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്? Count of QRS gives normal heartbeat rate. Any deviation from this shape indicates abnormality or disease. QRS കോംപ്ലെക്സിൻ്റെ കൗണ്ട് ഒരു നോർമൽ ഹാർട്ട് ബീറ്റ് റേറ്റ് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ നോർമൽ റേഞ്ചിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട്? എബ്നോർമാലിറ്റി ഓർ ഡിസീസ്. QRS കോംപ്ലെക്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡിസീസോ എബ്നോർമാലിറ്റിയോ സൂചിപ്പിക്കുന്നു. ഓർത്ത് വെക്കേണ്ട രണ്ട് വോളിയൂംസ് ആൻഡ് വാല്യൂസ് ആണ് സ്ട്രോക്ക് വോളിയം ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ബൈ വെൻട്രിക്കിൾ ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ. ദാറ്റ് ഈസ് അറൌണ്ട് 70 ml ഓഫ് ബ്ലഡ്. ഒരു കാർഡിയാക് സൈക്കിൾ നടക്കുന്ന സമയത്ത് വെൻട്രിക്കിൾസിൽ നിന്നും ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് സ്ട്രോക്ക് വോളിയം. വാട്ട് ഈസ് കാർഡിയാക് ഔട്ട്പുട്ട്? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ബൈ വെൻട്രിക്കിൾ പെർ മിനിറ്റ്. വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡാണ് cardiac output per minute. Okay, that is around 5000 ml or 5 liters. That is cardiac output എന്ന് പറഞ്ഞാൽ how can we calculate stroke volume into heart rate? There is a portal system or circulatory system called a hepatic portal system. എന്താണ് hepatic portal system? It is the connection between digestive tract and liver. Digestive tractഉം ലിവറും തമ്മിലുള്ള ഒരു കണക്ഷനാണ് hepatic portal system. അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നതിന് മുമ്പ് ഇൻഡസ്റ്റൈനിൽ നിന്നും ബ്ലഡ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? ലിവറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഹാർട്ടിലേക്ക് എത്തുന്നുള്ളത്. സോ ദ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ഇൻഡസ്റ്റൈൻ ടു ദ ലിവർ ബിഫോർ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഹാർട്ട്. ആൻഡ് കൊറോണറി സിസ്റ്റം. കൊറോണറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ടു ആൻഡ് ഫ്രം ദ കാർഡിയാക് മസ്കുലേച്ചർ. കാർഡിയാക് മസിൽസിൻ്റെ ഇടയിലായി നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓർ സർക്കുലേഷൻ ആണ് കൊറോണറി സിസ്റ്റം. ആൻഡ് ഹൗ ബ്ലഡ് മൂവ്സ് ത്രൂ അവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? ദാറ്റ് ഈസ് ഇൻഫീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ വീന കാവ കളക്ട് ഇംപ്യൂർ ബ്ലഡ്. ഇംപ്യൂർ ബ്ലഡ് മീൻസ് ദാറ്റ് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഓക്സിജൻ എമൗണ്ട് കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് കൂടുതലാണ്. ആൻഡ് inferior vena cava and superior vena cava carry deoxygenated blood to which chamber? Right atrium. Next, right atriumത്തിൽ നിന്നും tricuspid valve വഴി blood reaches right ventricle. From there, pulmonary valve വഴി pulmonary arteryയിലെ കൂടെ it reaches where? Lungs. ലങ്സിൽ നിന്നും ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നു ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയി മാറും. ഓക്സിജനേറ്റഡ് ബ്ലഡ് then return to heart. Okay, through pulmonary vein. ഏത് ചാമ്പറിലേക്കാണ്? ലെഫ്റ്റ് ആട്രിയം. ആൻഡ് ദെൻ ബൈകസ്പിഡ് വാൾവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഫ്രം ദെയർ അയോട്ടിക് വാൾവിലെ കൂടെ മൂവ് ചെയ്ത് അയോട്ട വഴി നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യും. സോ എത്ര പ്രാവശ്യം ബ്ലഡ് ഹാർട്ടിലെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം. ആദ്യം ഡിഓക്സിജനേറ്റഡ് ബ്ലഡും രണ്ടാമത് ഓക്സിജനേറ്റഡ് ബ്ലഡും. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് സർക്കുലേഷൻ ഈസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. വൈ? ബ്ലഡ് മൂവ്സ് ട്വൈസ് ത്രൂ അവർ ഹാർട്ട്. ഡബിൾ സർക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ആണ് പൾമനറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. വാട്ട് ഈസ് പൾമനറി സർക്കുലേഷൻ? സർക്കുലേഷൻ ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ആട്രിയം. റൈറ്റ് വെൻട്രിക്കിൾ മുതൽ ബ്ലഡ് മൂവ് ചെയ്ത് തിരിച്ച് ലെഫ്റ്റ് ആട്രിയം വരുന്നത് വരെയുള്ള സർക്കുലേഷൻ ആണ് പൾമനറി സർക്കുലേഷൻ. ഇറ്റ് ക്യാരി വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലങ്സ് ടു മേക്ക് ഇറ്റ് ഓക്സിജനേറ്റഡ്. ആൻഡ് വാട്ട് ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ? ലെഫ്റ്റ് വെൻട്രിക്കിൾ മുതൽ ബ്ലഡ് മൂവ് ചെയ്ത് റൈറ്റ് ആർട്ടറിയത്തിൽ എത്തുന്നത് വരെ സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ്, ഓക്സിജൻ എക്സെട്ര ടു ദ ടിഷ്യൂസ് ആൻഡ് ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ എലിമിനേഷൻ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഹാർട്ടിൻ്റെ
ആ ഫിഗറും ബ്ലഡ് മൂവ്മെൻറ്റും ഓർമ്മ വേണം. ദെൻ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, ലെറ്റ് us ഒബ്സർവ് ദിസ് ഫ്ലോ ചാർട്ട്. പൾമനറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം വേർ റൈറ്റ് വെൻട്രിക്കിൾ പൾമനറി ആർട്ടറി വഴി മൂവ് ചെയ്ത് ലങ്സിലെത്തി, ഫ്രം ദെയർ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി വെയിൻസ് വഴി ലെഫ്റ്റ് ആർട്ടറിയത്തിലെത്തി. ഇതുവരെ പൾമനറി സർക്കുലേഷൻ ആണ്. ഫ്രം ലെഫ്റ്റ് ആർട്ടറിയം ബ്ലഡ് മൂവ് ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. നെക്സ്റ്റ് അയോട്ട അത് ബോഡി പാർട്സിലേക്ക് സപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ വീന കാവ, ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്കെ, റൈറ്റ് ആർട്ടറിയത്തിലേക്ക് എത്തി. ഇതുവരെ സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. ടുഗെദർ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? ഡബിൾ സർക്കുലേഷൻ. ആൻഡ് റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ റെഗുലേഷൻ? സോ ദർ ഈസ് എ പെക്യുലാരിറ്റി. അവർ ഹാർട്ട് ഈസ് മയോജനിക് ഹാർട്ട്. നമ്മുടെ ഹാർട്ട് എന്താണ്? മയോജനിക് ഹാർട്ടാണ്. ദാറ്റ് ഈസ് നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാർട്ട് ആർ ഓട്ടോ റെഗുലേറ്റഡ് ബൈ നോഡൽ ടിഷ്യൂസ്. ഹെൻസ് ദ ഹാർട്ട് ഈസ് മയോജനിക് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റീസ് ആര് കൺട്രോൾ ചെയ്യും? ഹാർട്ടിന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്. ഓൾസോ മെഡുല്ല ഓബ്ലങ്കേറ്റ കാർഡിയാക് ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ദാറ്റ് ഈസ് സിമ്പതറ്റിക് നെർവ്സ് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് സിമ്പതറ്റിക് നെർവ്സ് ഇൻക്രീസസ് ഹാർട്ട് ബീറ്റ്, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ ആൻഡ് ദെയർബൈ കാർഡിയാക് ഔട്ട്പുട്ട്. പാരാസിമ്പതറ്റിക് നെർവ്സ് ഡിക്രീസസ് ഹാർട്ട് ബീറ്റ്, സ്പീഡ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ദെയർബൈ കാർഡിയാക് ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നുള്ളത്. ഇത് കൂടാതെ അഡ്രീനൽ മെഡുലറി ഹോർമോൺസും കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് അവർ ഹാർട്ട് ഈസ് മയോജനിക് ഓൾസോ. ലെയേഴ്സ് ഓഫ് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ആർട്ടറീസ് ആൻഡ് വെയിൻസിൽ കാണുന്ന 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ട്യൂണിക്ക ഇൻറ്റിമ, ഇന്നർ ലെയർ ഓഫ് സ്ക്വാമസ് എൻഡോത്തീലിയം. ട്യൂണിക്ക മീഡിയ, മിഡിൽ ലെയർ ആണ്, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. എക്സ്റ്റേണൽ ലെയർ ആണ് ട്യൂണിക്ക എക്സ്റ്റേണ, external layer of fibrous connective tissue with some collagen fibers. So these are the 3 layers that are seen in arteries and veins. Disorders or diseases that are affecting our circulatory system. First one, high BP, hypertension. എന്താണ് reason? Increase in BP to 140/90. Normal എത്രയാണ്? 120/80 അല്ലേ? So if it is 140/90, that is called a high BP or hypertension. എന്തൊക്കെയാണ് symptoms? Heart disease, affect brain, kidney, etc. And next one, coronary artery disease, CAD or atherosclerosis. എന്താണ് reason? Deposition of calcium, fat, cholesterol, fibrous tissue, etc. in arteries. ആർട്ടറീസിനകത്ത് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ഇതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടാൽ കൊറോണറി ആർട്ടറി ഡിസീസ് വരാം. ഇറ്റ് അഫക്ട് ദ ബ്ലഡ് വെസൽസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെ എഫക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ, ആൻജിന പെക്ടോറിസ്, കോമൺ ഇൻ മിഡിൽ ഏജ്ഡ് ആൻഡ് എൽഡേഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ? നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ഓക്സിജൻ എത്താത്ത സമയത്താണ് ആൻജിന പെക്ടോറിസ് എഫക്ട് ചെയ്യുക. സിംറ്റം അക്യൂട്ട് ചെസ്റ്റ് പെയിൻ. ഓക്കെ, ഹാർട്ട് ഫെയിലിയർ ഈസ് നോട്ട് പമ്പിങ് ഇനഫ് ബ്ലഡ് ടു ദ ബോഡി. ഹാർട്ട് ഈസ് നോട്ട് പമ്പിങ് ബ്ലഡ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ അവർ ബോഡി. കൺജഷൻ ഓഫ് ലങ്സ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് മസിൽസ് ആർ ഡാമേജ്ഡ് ബൈ ആൻ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ കാരണം ഹാർട്ട് മസിൽസ് ഡാമേജ് ആവുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരിക. സോ ദീസ് ആർ ദ ഡിസോർഡേഴ്സ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. സോ ഈ ചാപ്റ്റർ റിവിഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്.